നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. STPയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അശോക് മൗലവി നയിക്കുന്ന സംസ്ഥാന ജാഥ, ജനമുന്നേറ്റ ജാഥ ഇന്നലെ ആലപ്പുഴ ജില്ലയിലായിരുന്നു അതിന്റെ പര്യടനവും സ്വീകരണവും. മണ്ണാഞ്ചേരിയിൽ നിന്ന് വൈകിട്ട് 3 മണിയോടുകൂടി വളഞ്ഞ വഴിയിലായിരുന്നു അതിന്റെ സമാപന സമ്മേളനം നടന്നത്. സമാപന സമ്മേളനത്തില് ഫൈസൽ ഇസ്സത്ത് എന്ന് പറയുന്ന അവളുടെ ദേശീയ നേതാവായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റേറ്റ് സെക്രട്ടറി ടി രത്ന അണ്ണാച്ചിയായിരുന്നു മുഖ്യ അതിഥി എന്ന് പറയുന്നത്. അവളുടെ അധ്യക്ഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റിയാസ് ആയിരുന്നു. അപ്പോ റിയാസിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാം, ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ KS ഷാന്റെ ജന്മസ്ഥലമാണ്. അദ്ദേഹം വധിക്കപ്പെട്ടത് അവിടെയാണ്. ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൊല്ലപ്പെടുന്നത്. അതിന്റെ അനീതിയൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. സംസ്ഥാന സെക്രട്ടറി കൊല്ലപ്പെടുന്നു, അതിനുശേഷം അതിന് എതിർവശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ എതിരാളികളിൽ നിന്ന് പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെടുന്നു. 2 കൊലപാതകങ്ങളും ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുന്നു. രണ്ടും നടക്കാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. നടക്കുന്നു. 2ാമത്തെ കൊലപാതകത്തിന്റെ കേസ് വളരെ വേഗതയിൽ അന്വേഷിക്കുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. ഏതാണ്ട് 11 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. അവരെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. അതിനുശേഷം ഷാൻ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 11 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അവരെ ജാമ്യത്തിൽ വിടുന്നു. 2ാമത്തെ കൊലപാതകം രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന BJP നേതാവിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഈ STPI പ്രവർത്തകരുടെ വീടുകൾ കയറി ഇറങ്ങുന്നു. അവരുടെ വീടിന്റെ രേഖകൾ ഉൾപ്പെടെയുള്ള പല രേഖകളും എടുത്തുകൊണ്ട് പോകുന്നു. പോലീസ് അവിടെ സ്ഥിരമായിട്ട് STPI വേട്ടയാടുന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ജില്ലാ പ്രസിഡന്റ് റിയാസ് ഇന്നലെ ആ സമ്മേളനത്തിൽ സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദ്രുതഗതിയിൽ അന്വേഷണം പൂർത്തിയാക്കുകയും പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ആദ്യം നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസ് എങ്ങും എത്താത്ത രീതിയിൽ ഇപ്പോഴും ആ പ്രതികൾ പുറത്തിറങ്ങി പല മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെയും റിയാസ് വിമർശിക്കുകയുണ്ടായി. ഏതാണ്ട് മണ്ണാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് ഒരുപാട് ആളുകളുടെ സ്വീകരണം, കുട്ടികളും യുവാക്കളും അടക്കം ആലപ്പുഴ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയൊരു ജാഥയായിരുന്നു ഇന്നലെ ആലപ്പുഴയിൽ നടന്നതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആലപ്പുഴയിലെ പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വളരെ പല രീതിയിലുള്ള STPI ഒതുക്കാനുള്ള രീതിയിൽ പല അന്വേഷണങ്ങൾ, റെയ്ഡുകൾ, ഓരോ വീട്ടില് ആളുകളെ കഴുത്തടങ്കിൽ അറസ്റ്റ് ചെയ്യുക, ചോദ്യം ചെയ്യാൻ വിളിക്കുക, ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ വരിക, ചിലരൊക്കെ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന സാഹചര്യമൊക്കെ ആലപ്പുഴ ജില്ലയിലെ STPIയെ സംബന്ധിച്ച് നിലവിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു ജനസമുച്ചയത്തെ അവിടെ ഇറക്കാൻ STPIക്ക് കഴിഞ്ഞത്. സാധാരണക്കാരാണ്, നമ്മൾ റാലി കാണുമ്പോൾ അറിയാം, സാധാ തൊഴിലാളികൾ, ഓട്ടോക്കാരും, അങ്ങനെ വിവിധ തുറകളിലുള്ള മത്സ്യ ബിസിനസ് ചെയ്യുന്ന ഒരു വളരെ സാധാരണ ആളുകളെ അണിനിരത്തി സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ഒരു വലിയ നിരയെ തന്നെ അണിനിരത്താൻ STPIക്ക് സാധിച്ചു എന്നാണ് ആലപ്പുഴയിലെ റാലി നമ്മളോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടകൻ ഫൈസൽ ഇസ്സുദ്ദീൻ, അദ്ദേഹം രാജ്യത്ത് RSSനെയും സംഘപരിവാറിനെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ അനീതി നടത്തുന്നത് അല്ലെങ്കിൽ നിയമവാഴ്ചയെ തകർക്കുന്ന രീതിയിലുള്ള ഭരണമാണ് RSS അല്ലെങ്കിൽ BJP സർക്കാർ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നീതിപൂർവ്വം സ്വീകരിക്കുകയും RSS അല്ലെങ്കിൽ BJPയെ തോൽപ്പിക്കാനുള്ള നിലപാട് ആലപ്പുഴയിൽ എടുക്കണമെന്നും STPIയുടെ ജാഥയിൽ ഒരുപാട് തവണ ഉയർന്ന് കേൾക്കുകയുണ്ടായി. ഒരു സ്ത്രീ മുന്നേറ്റം ഉണ്ടാകുമെന്ന് STPIയുടെ വനിതാ മുഖമായ വിമൻസ് ഇന്ത്യ മൂവ്മെന്റിന്റെ നേതാക്കന്മാരവിടെ സംസാരിക്കുകയുണ്ടായി. STPI സംസ്ഥാന പ്രസിഡന്റിനെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷാന്റെ മക്കള് സ്വീകരിക്കുന്ന, പുച്ചണ്ട് കൊടുത്ത് സ്വീകരിക്കുന്ന വളരെ വികാരധീനമായ ഒരു സംഭവത്തിന് കൂടി ഇന്നലെ ആലപ്പുഴ സാക്ഷിയാക്കി. ഷാന്റെ മണ്ണിൽ നിന്ന് STPI എങ്ങും ഒലിച്ചു പോയിട്ടില്ല എന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ പ്രകടനവും പൊതുസമ്മേളനവും നമുക്ക് മനസ്സിലാക്കി തന്നത്. ആലപ്പുഴയിൽ പാർട്ടി വളരുക തന്നെയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറയുകയുണ്ടായി. എന്നാൽ പാർട്ടി അത്രത്തോളം ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ വളരെ വലിയ രീതിയിലുള്ള വളർച്ചയാണ് പാർട്ടി അവിടെ വളർന്നിരിക്കുന്നതെന്നും അവർ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ
ജാതി സെൻസസ്, അതുപോലെ തടവറയിൽ അന്യായമായി തടവിൽ കിടക്കുന്നവർ, ഇപ്പോഴും പല കേസിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് പ്രവർത്തകരെ വിട്ടയക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു. നിലവിലെ ഒരുപാട് ആളുകൾ കേസും മറ്റു കാര്യങ്ങളുമായി നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ ഇറക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വളരെ വികാരീതരമായി വലിയൊരു റാലി, എനിക്ക് തോന്നുന്നു മലപ്പുറവും കോഴിക്കോട് ഒക്കെ ആയിരുന്നു വലിയ റാലി, എറണാകുളവും വലിയ റാലിയുണ്ട്. അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഏറ്റവും വലിയ രീതിയിൽ ഏറ്റവും മികച്ച അച്ചടക്കത്തോടു കൂടി തന്നെ ഒരു റാലി നടത്താൻ SDPIക്ക് സാധിച്ചു. അത് ആലപ്പുഴ എന്ന് പറയുമ്പോൾ വളരെ വൈകാരികമായിട്ട് ഷാന്റെ മണ്ണ് അല്ലെങ്കിൽ രക്തസാക്ഷി ഷാന്റെ മണ്ണിൽ സാധിച്ചു എന്ന് പറയുന്നത് ഇത്രയും വെല്ലുവിളികൾ ഉണ്ടായിട്ടും പല ആളുകളും കേസിലകത്ത് കടന്നിട്ടും പല ആളുകൾക്കും പങ്കെടുക്കാൻ കഴിയാതിരുന്നിട്ടും അവർക്കത് നടത്താൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ വിജയം തന്നെയാണ്. SDPIയുടെ വലിയൊരു വളർച്ചയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ അവര് ഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ വൈകാരികമായിട്ട് എടുത്തുകൊണ്ട് ആ കുടുംബത്തെ കൈവിടാതെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് അവിടെ ജാഥയും പൊതുസമ്മേളനം അവിടെ നടത്തിയത്. ഇപ്പോഴും ഇതിന്റെ പേരിലും പലരെയും അറസ്റ്റ് ചെയ്യാനും ഒന്ന് ആലോചിച്ച് നോക്കുക. പോലീസ് റെയ്ഡെന്ന പേരിൽ ഷാന്റെ കൊലപാതകം നടത്തിയപ്പോൾ ദിഗയുടെ വീട്ടിൽ ഒരു റെയ്ഡോ അല്ലെങ്കിൽ ഒരു ബഹളോ ഇല്ല. ഇപ്പോഴത്തെ വലിയ രീതിയിൽ റെയ്ഡ് നടത്തും. ഇവളുടെ വീടിന്റെ ആധാരം ഉൾപ്പെടെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. ആധാരത്തിന് വേണ്ടി സ്റ്റേഷനിൽ പോകുമ്പോൾ അത് കോടതിയിലാന്ന് പറയുന്നു, കോടതി ചെല്ലുമ്പോൾ സ്റ്റേഷനിലാന്ന് പറയുന്നു. അങ്ങനെ വിവിധ രീതിയിൽ കഷ്ടപ്പെടുത്താനും പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെടുത്ത് ഇത്രയും വലിയൊരു ജാഥ നടത്തി പാർട്ടി അവളുടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. ഇത് മറ്റ് സാമ്പ്രദായിക ജാഥയിൽ പറഞ്ഞ പോലെ തന്നെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ ഉള്ളൊരു വെല്ലുവിളി തന്നെ ആയിട്ടാണ്. കാരണം CPM-ഉം കോൺഗ്രസും ഒന്നും BJP എതിർക്കുന്നില്ല. BJP എതിർക്കാൻ അല്ലെങ്കിൽ സംഘപരിവാരത്തെ എതിർക്കാൻ SDPIക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ആ ജാഥ വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കതാണ് ആലപ്പുഴയിൽ കാണാൻ സാധിച്ചത്. ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ് ജാഥ. പത്തനംതിട്ട ജില്ലയിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ച് ഈ പൂഞ്ഞാറ് വിഷയമൊക്കെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായതുകൊണ്ട് അവിടെയൊക്കെ ഇത് വലിയ ചർച്ചയാവും എന്ന് തന്നെ നമുക്കറിയാം. അപ്പോൾ പത്തനംതിട്ടയിൽ എന്ന ജാഥ പോവുകയാണ്. പയകുളത്ത് നിന്ന് പത്തനംതിട്ട വരെയാണ് ജാഥ. പല വിശദമായ വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും പത്തനംതിട്ടയിലെ റിപ്പോർട്ടിങ്ങുമായിട്ട് വരുന്നുണ്ട്. വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. പത്തനംതിട്ടയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ റോയി അറക്കൽ ഇന്നലെ പൂഞ്ഞാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട വേദിയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. വിശദ വിവരമായിട്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.